നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുപോട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വീട്ടിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പത്മിനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്റെ ഉത്സാഹവും സന്തോഷവും ഒക്കെ കാണുമ്പോ എനിക്ക് അത്ഭുതമാവും മോളെ. എന്നാലേ അച്ഛൻ കേട്ടോ, അല്പം മുൻപൊരു മഹാത്ഭുതം സംഭവിച്ചു നമ്മുടെ വീട്ടില്. അതെന്ത് മഹാത്ഭുതം? കല്യാണ ചെലവിന് വേണ്ടി വിൽക്കാനോ ലോൺ എടുക്കാനോ എന്തിനാന്ന് വെച്ചാ ആധാരം തരാന്ന് അമ്മ പറഞ്ഞു. നീ പറയുന്നത് സത്യമാണോ, അതോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിന്റെ മനസ്സിൽ ഉദിച്ച നുണയോ? സത്യാണച്ചാ. അച്ഛൻ ആദ്യം എടുപിടിന്ന് ചോദിച്ചെന്റെ ദേഷ്യത്തിലാണത്രേ തരില്ലെന്ന് അമ്മ പറഞ്ഞത്. പത്മിനിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഇതിലെന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. പോപോ എന്താണെന്ന് വെളിപ്പെടും. അമ്മ എപ്പോഴും ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല അച്ഛാ. ആയിക്കോട്ടെ, എന്റെ സംശയം ഞാൻ എന്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചോളാം. പുറത്തു പറഞ്ഞാലല്ലേ കുഴപ്പം. മനസ്സിലൊതുക്കി വെച്ചാലേ അതിനേക്കാളും കുഴപ്പമാണ് അച്ഛാ. അത് അച്ഛന്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. 1 മിനിറ്റ് മുമ്പ് വാസുകൾ പറഞ്ഞു പോയതേ ഉള്ളൂ അച്ഛനോട് ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാൻ പറയണേന്ന്. ശരി ശരി, നീ പറയുന്ന പോലെ തന്നെ ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാം. കല്യാണ പുടവ എടുക്കുന്ന കാര്യം ശേഖരനുമായിട്ട് സംസാരിക്കട്ടെ. അതൊക്കെ അവരായിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിച്ചോട്ടെ അച്ഛാ. നിശ്ചയത്തിന്റെ അന്ന് വാങ്ങിയ 7000ന്റെ സാരി തന്നെ വില കുറഞ്ഞു പോയി എന്നാ ഹരിച്ചേട്ടൻ പറഞ്ഞത്. 2000ന്റെയോ 3000ന്റെയോ ഒക്കെ മതിയായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോഴാ ഹരിച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പൊ കല്യാണത്തിന് 70,000ന്റെയോ 7 ലക്ഷത്തിന്റെയോ എന്തൊക്കെയോ പറയുന്ന കേട്ടു. അവര് തീരുമാനിക്കട്ടെ. ഹരികൃഷ്ണൻ മിടുക്കനാ മോളെ, നിന്നെ പൊന്നുപോലെ നോക്കും. പത്മിനിയിൽ നിന്ന് നിനക്ക് ഇനി എന്നേക്കുമായി രക്ഷപ്പെടാം. എന്റെ ശോഭേ, ശിവനും ആതിരെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഹരി ബോധം കെട്ട് നിലത്തേക്ക് അങ്ങ് വീണു. പിന്നെ എല്ലാരും ചേർന്ന് അകത്തേക്ക് അങ്ങ് എടുത്തോണ്ടു പോയി. കണ്ണു തുറന്നിട്ടേ അവനൊരൊറ്റ നിലവിളിയാ, ഇനി 7 ജന്മത്തേക്ക് എനിക്ക് കല്യാണമേ വേണ്ടെന്ന്.